blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ബാംഗ്ലൂരിൽ നിന്നുള്ള രാജൻ നയനാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ റിജോയ്ക്കും റിഹാനും അവരുടെ പഠനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അവർക്ക് ഷോർട്ട് സൈറ്റിൽ നിന്നും ഹീലിംഗ് കൊടുക്കണമേ. ഈ കുടുംബത്തെ എല്ലാ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും പൂർണ്ണമായ വിമോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭിലായിലെ ധംതിരിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരൻ്റെ മകൾക്ക് യോജിച്ച ഒരു വരനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകനും ഇളയ മകൾക്കുമായി പ്രാർത്ഥിക്കുന്ന അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ചേർന്ന് കർത്താവെ, ഇവരെ അനുഗ്രഹിച്ച് രണ്ട് കുടുംബങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര ജനുവരി 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. ലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാനും ആഘോഷിക്കുവാനുമായി ന്യൂ ഇയർ സർവീസ് 2016 ഡിസംബർ 31 വ്യാഴാഴ്ച രാത്രി 10 മുതൽ 1 മണി വരെ. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് അമ്മയ്ക്ക് കാലിൽ മുറിവുണ്ടായി. ഉപ്പൂറ്റിക്ക് മേലിൽ 2 കാലിലും മുറിവുണ്ടായി. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട്, ഷുഗറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ആ മുറിവുകൾ ഉണങ്ങാതെയിരുന്നു. ഏകദേശം 6 മാസത്തോളം ആ മുറിവുകൾ ഉണങ്ങാതെ മുറിവ് വെച്ച് കെട്ടിക്കൊണ്ടാണ് ഇരുന്നത്. ആൻറ്റി തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ, വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമ്പം അതിലൊക്കെ പിടിച്ചാണ് ഇറങ്ങി. അത്രയും വേദനയും ബുദ്ധിമുട്ടുകൾ എടുത്തുകൊണ്ടിരുന്നു. ഈ 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും മുറിവുകൾ ഉണങ്ങുന്നില്ലായിരുന്നു. 2 കാലും വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 2 വർഷങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇപ്രകാരം പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു എന്നാണ് ഈ ആൻറ്റി പറയുന്നത്. കാൽ 2ലും മുറിവ് അത് വെച്ച് കെട്ടിയിരിക്കുന്ന ആളുകൾ, അതിനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റി കറിക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കത്തി അവിടെ താഴെ വെച്ചിട്ട് ആൻറ്റി കുനിഞ്ഞ് മുറിവിലോട്ട് എടുത്ത് കൈ എടുത്ത് വെച്ചു. 2 മുറിവിലോട്ടും കൈ എടുത്ത് വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. ആൻറ്റി പറയുന്നത് ആ സമയത്ത് ശരീരത്തിലേക്ക് ഒരു വലിയ ചൂട് അനുഭവിക്കുന്നത് പോലെ തോന്നി. ഇത് അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം. കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കരമായ ചൂട് തൻ്റെ ശരീരത്തിലും ആ മുറിവിൻ്റെ ആ ഭാഗത്തും അനുഭവപ്പെട്ടു. താൻ ഭയങ്കരമായി വിയർക്കുവാൻ തുടങ്ങി. ആൻറ്റി പറഞ്ഞ ആ സമയത്ത് തന്നെ നോക്കിയപ്പോൾ ആ കാലിൻ്റെ ആ വേദന അത് മാറിപ്പോകുന്നത് പോലെ ആൻറ്റി തോന്നി. ആ സമയത്ത് തന്നെ വേദന മാറിപ്പോകുന്ന പോലെ തോന്നി. ആൻറ്റി പിന്നെ ജോലിക്ക് വേണ്ടി പോകുന്നത് പിടിച്ചല്ല, നല്ല വേഗത്തിൽ ഓടി ഇറങ്ങി പോയെന്നാണ് ആൻറ്റി പറയുന്നത്. ഓടി ഇറങ്ങി ജോലിക്ക് പോയി. അത് മാത്രമല്ല അത്ഭുതം, ഏകദേശം 3 ദിവസത്തിനുള്ളിൽ 6 മാസമായി ഉണങ്ങാത്ത ആ വ്രണം, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായി സൗഖ്യമായിരിക്കുകയാണ്. ശക്തിയോടെ കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. പേര് ഭവാനി എന്നാണ് ഈ അമ്മയുടെ പേര്. എത്ര നാൾ മുമ്പാണ് ഈ സൗഖ്യം കിട്ടിയത്? ഇപ്പൊ എത്ര നാളായി? 2 വർഷമായി. 2 വർഷമായി. 2 വർഷത്തിന് മുമ്പാണ് ഇത് ലഭിച്ചത്. 2 വർഷത്തിന് മുൻപാണ് ഈ സൗഖ്യം ലഭിച്ചത്. 6 മാസമായി ഉണങ്ങാത്ത ഒരു മുറിവായിരുന്നു. പക്ഷേ യേശു കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കി. 2 കാലിലും മുറിവായിരുന്നു.
2 കാലിലും മുറിവുണ്ടായിരുന്നു. ഓക്കെ, 2 കാലും വെച്ച് കെട്ടി വെച്ച് വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കറിക്ക് അരിഞ്ഞോണ്ടിരിക്കുക, ചോറുള്ളത് മേശ വെച്ച്. അപ്പോൾ ഇങ്ങനെ ലാമിയൽ ഇങ്ങനെ പറഞ്ഞു, 2 കാലിലും മുറിവ് വെച്ച് കെട്ടിയ ഡയബറ്റിക് ഉള്ള ഒരാളെ ഇങ്ങനെ മുറിവ് കെട്ടിയിട്ടിരിപ്പണം, അവരെ രോഗം സവിക്കുമോ ഇപ്പം തന്നെ കരിയൂന്ന് പറഞ്ഞു. പറഞ്ഞ നിമിഷം തന്നെ വാടി. ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ സൗഖ്യം ആരംഭിച്ചു. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി യേശുവിന് മഹത്വം കൊടുക്കാൻ. കർത്താവെ, ഈ ഭവാനി എന്ന ഈ അമ്മയെ കർത്താവ് സൗഖ്യമാക്കിയല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇതുപോലെ ഷുഗർ മൂർച്ഛിച്ച് ഉണങ്ങാത്ത മുറിവുള്ള ആരെങ്കിലും ഈ സാക്ഷ്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടെ സൗഖ്യമാകട്ടെ. മറ്റു രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. Our God is not sitting idle in a chair. നമ്മുടെ ദൈവം ഏതെങ്കിലുമൊക്കെ കസേരയിൽ ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന ദൈവമല്ല. Our God is not a lazy God. നമ്മുടെ ദൈവം മടിയുള്ള ദൈവമല്ല. One day Jesus said, my Father is always on the move, always at work. So am I. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും ഏത് സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. In other words, our God is a busy God. ഈ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ദൈവം വളരെ ബിസിയായ തിരക്കുകളുള്ള ദൈവമാണ്. Busy for what? എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ തിരക്ക്? Busy to bless us. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം തിരക്ക് പിടിക്കുന്നു. Busy to watch us. നമ്മളെ നോക്കുന്നതിന് വേണ്ടി, നമ്മളെ പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവം ബിസി ആയിരിക്കുന്നു. Busy to heal us. നമ്മളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി താൻ ബിസി Busy ആയിരിക്കുന്നു. to save us. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ധൃതി പിടിക്കുന്നു. At a time, God is doing a lot of things. ഒരേ സമയത്ത് തന്നെ ദൈവം ഒത്തിരി കാര്യങ്ങൾ I'm ചെയ്തുകൊണ്ടിരിക്കുകയാണ്. going to show you a sample for that. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോവുകയാണ്. When Jesus was here on earth, യേശു കർത്താവ് ഈ ലോകത്തായിരുന്ന സമയത്ത് first 30 years he lived as a normal human being. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 30 വർഷങ്ങൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. Then the Bible says the Holy Spirit came upon him. ബൈബിൾ പറയുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. And when the Holy Spirit came upon him, he started to do the ministry given by the Father. അദ്ദേഹം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേൽ വന്നപ്പോൾ പിതാവ് കൊടുത്ത ശുശ്രൂഷകൾ അവൻ ചെയ്യുവാൻ തുടങ്ങി. And one day, at the beginning time of his ministry, he did so many things in a day. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി അടയാള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. We are going to read Luke chapter 4. നമ്മൾ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. Verse 31 onwards. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. Then he went down to Capernaum, a town in Galilee, and on the Sabbath he taught the people. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. So we are going to closely follow Jesus now. ഇപ്പോൾ നമ്മൾ യേശുവിനെ വളരെ സൂക്ഷ്മമായി നമ്മൾ പിന്തുടരാൻ പോവുകയാണ്. One day he started to do so many things, and we are going to go with Jesus to the places he went, and we are going to closely watch what Jesus did. ഒരു ദിവസം യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ആ ദിവസം യേശു കർത്താവ് ചെയ്തതിനെ വളരെ അടുത്ത് നിന്ന് കാണുകയും യേശു ചെയ്തതിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യാൻ പോവുകയാണ്. That day Jesus went to a town in the Galilean region called Capernaum. അന്നത്തെ ദിവസം ഒരു ദിവസം യേശു കർത്താവ് പോയത് ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിലാണ്. And first what he did was he started to teach the people in a synagogue. അദ്ദേഹം ആദ്യമായി അവിടെ ചെയ്തത് ഒരു സിനഗോഗിൽ ചെന്ന്, യഹൂദന്മാരുടെ പള്ളിയിൽ ഈ സിനഗോഗിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ അവർ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. Hallelujah. ഹല്ലേലൂയ. Jesus can teach us different lessons of life. യേശു കർത്താവിന് ജീവിതത്തിന്റെ വിവിധ പാഠങ്ങളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുവാൻ കഴിയും. Jesus can teach us the Bible യേശു കർത്താവിന് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുവാൻ കഴിയും. because he is the word. കാരണം അവൻ തന്നെയാണ് വചനം. Hallelujah. ഹല്ലേലൂയ. So he knows the word best. ഈ ദൈവത്തിന്, യേശുവിന് ദൈവവചനം വളരെ വ്യക്തമായി അറിയാം. Can you shout a big hallelujah to Jesus? കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവിന് ഒരു നന്ദി പറഞ്ഞാലും. So
In schools, we have different teachers to teach us different topics and different subjects and languages. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നിരവധി അധ്യാപകന്മാർ നമുക്കുണ്ടായിരുന്നു. And after school, sometimes we have no teacher. ചില സമയങ്ങളിൽ നമ്മൾ സ്കൂളിന് ശേഷം നമുക്ക് ടീച്ചർ അധ്യാപകന്മാരുണ്ടായിട്ടില്ല. So nobody is teaching us, nothing we are learning. അതിനുശേഷം ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല, അതിനുശേഷം നമ്മൾ ഒന്നും പഠിക്കുന്നതുമില്ല. So many people stop learning as they come out of their school or college. ഒത്തിരി ആളുകൾ അവരുടെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം പഠിക്കുന്നത് അവർ സാധാരണയായി നിർത്താറുണ്ട്. But one of the things I decided in my life is this: even after my college, I decided I will be a student, I will be a learner as long as I live on earth. എൻ്റെ കോളേജിൻ്റെ പഠനത്തിന് ശേഷം ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഇതാണ്: കോളേജ് പഠനം കഴിഞ്ഞാലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു പഠിക്കുന്ന കുട്ടിയായി, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വ്യക്തിയായി, പഠിക്കുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അത് കാത്തു സൂക്ഷിക്കുമെന്ന് തീരുമാനിച്ചു. That's what I'm doing now. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. Yesterday I studied. ഇന്നലെ ഞാൻ പഠിച്ചു. Today I studied. ഇന്ന് ഞാൻ പഠിച്ചു. Tomorrow also I will learn. നാളെ ഞാൻ പഠിക്കും. Because Jesus is my teacher. കാരണം യേശു കർത്താവാണ് എൻ്റെ അധ്യാപകൻ. Hallelujah. Hallelujah. How many of you can receive Jesus into your life as your trainer and teacher? എത്ര പേർക്ക്, ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ പരിശീലകനായി, നിങ്ങളുടെ വ്യക്തിപരമായ അധ്യാപകനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ ഇന്ന് എത്ര പേർ തയ്യാറായിട്ടുണ്ട്? Hallelujah. Hallelujah. Receive or invite Jesus as your life coach or trainer. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന, ജീവിതത്തിന്റെ പരിശീലകനായി യേശുവിനെ നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ്. Jesus is an omniscient God. He knows everything. യേശു കർത്താവ് എല്ലാം അറിയുന്ന സർവ്വജ്ഞാനിയായ ദൈവമാണ്. So if you have this Jesus in your life, he will teach you all lessons of life. ഈ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട എല്ലാ പാഠങ്ങളും യേശു കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. So that day morning he started from where he was staying and he went down to a town called Capernaum. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അന്നത്തെ ദിവസം രാവിലെ കഫർനഹൂം എന്ന പട്ടണത്തിലേക്ക് അദ്ദേഹം ചെല്ലുവാനിടയായി തീർന്നു. He loved to teach people. അദ്ദേഹം ആളുകളെ പഠിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു. What is the speciality of Jesus teaching? എന്താണ് യേശു കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകത? Verse number 32. അതിന്റെ 32ാമത്തെ വാക്യം. They were amazed at his teaching because his words had authority. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. Now can you tell me what is the speciality of Jesus teaching? നിങ്ങൾക്ക് എന്നോട് പറയാമോ എന്താണ് ഈ യേശു കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകത? When Jesus taught, യേശു കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ people were amazed. ആളുകൾ വിസ്മയിക്കുവാനിടയായി തീർന്നു. They dropped their jaws just like a crocodile. അവരുടെ വായ് ഒരു മുതലയുടെ വായ് പോലെ അവർ വിസ്താരത്തിൽ തുറക്കുവാനിടയായി തീർന്നു. Because they had never heard such wisdom from anyone. കാരണം അവർ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഇത്രയധികം ജ്ഞാനം ഒരു വ്യക്തി സംസാരിക്കുന്നത് അവർ കേട്ടിട്ടില്ല. And the Bible says his words had authority. ബൈബിൾ വീണ്ടും വ്യക്തമായി പറയുന്നു അവന്റെ വചനത്തിൽ അധികാരമുണ്ടായിരുന്നു. That means if he spoke, that was the final word. അതിന്റെ അർത്ഥം അവൻ സംസാരിക്കുകയാണെങ്കിൽ അതായിരുന്നു അവസാനത്തെ വാക്ക്. Listen to this. So many people are talking to you a day. ഒത്തിരി ആളുകൾ നിങ്ങളോട് പല കാര്യങ്ങളെ പറ്റി ഒരു ദിവസം From morning till evening you come across so many people, you encounter so many people and you talk so many things, they talk so many things to you. രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ ഒത്തിരി ആളുകളെ കാണാറുണ്ട്. അവർ ഓരോരുത്തരും നിങ്ങളോട് പലതും സംസാരിക്കാറുണ്ട്. നിങ്ങളും അവരോട് പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. But their words are not final words, their words have no authority. അവരുടെ വാക്കുകൾ ഒരിക്കലും അവസാനത്തെ വാക്കുകളല്ല. അവരുടെ വാക്കുകളിൽ ഇതുപോലെയുള്ള അധികാരവുമില്ല. But when Jesus talks, എന്നാൽ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ is the final word. അത് അവസാനത്തെ ഫൈനൽ വാക്കായി അത് മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the words of Jesus have authority in them.
എന്നാൽ യേശു കർത്താവിന്റെ വചനത്തിന് അത് കേൾക്കുന്ന ആളുകളിൽ ഒരു അധികാരമുണ്ട്. If Jesus is speaking something to you, ഇന്ന് യേശു കർത്താവ് നിങ്ങളോട് ചിലത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ leave no room for any doubt, അതിന്റെ പേരിൽ ഒരു സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. because that is the final word. കാരണം അത് അവസാനത്തെ വാക്കാണ്. Nobody can speak beyond that. അതിന്റെ അപ്പുറത്തേക്ക് സംസാരിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. If Jesus is speaking to you, I have healed you, that's it, you are healed. യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അതിന് വേറൊരു കാര്യമില്ല. If Jesus is telling you, you are blessed, that's it, you are blessed, no more curse. നിങ്ങൾ യേശു കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്, ശാപമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്, ശാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. The Bible says, if any one of you is lacking wisdom, ask the Lord and he will give you wisdom. ബൈബിൾ പറയുന്നു, നിങ്ങൾ ആർക്കെങ്കിലും പരിജ്ഞാനം അറിവ് കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചു കൊള്ളുക, അവൻ നിങ്ങളിൽ പരിജ്ഞാനം അറിവിനെ നൽകുന്നതാണ്. So, if you embrace Jesus as your teacher, he will give you wisdom, he will give you understanding, he will give you knowledge, whatever you need, Jesus will give you. യേശു കർത്താവിനെ നിങ്ങളുടെ അധ്യാപകനായി, നിങ്ങളുടെ ടീച്ചറായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ അറിവ്, തിരിച്ചറിവ്, കഴിവുകൾ എല്ലാം തന്ന് ഈ യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. So, one of the things Jesus did was teaching people. യേശു കർത്താവ് ചെയ്ത ഒരു കാര്യം ഇതാണ്, യേശു കർത്താവ് ആളുകളെ, ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. See, I have never been to any theological seminary. ഞാൻ ഇതുവരെ ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിക്കാൻ പോയിട്ടില്ല. ദൈവശാസ്ത്രം പഠിക്കാൻ പോയിട്ടില്ല. But Jesus is teaching me. എന്നാൽ യേശു കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The last many years, because I am his disciple, I am his student, Jesus is teaching me. കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി ഞാൻ യേശുവിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ വിദ്യാർത്ഥി ആയിരിക്കുന്നത് കൊണ്ട് യേശു കർത്താവ് എന്നെ അനുദിനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I am inviting you also to be a student of Jesus. നിങ്ങളുടെ ഇരിക്കുന്ന ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ വിദ്യാർത്ഥികളായി മാറുവാൻ വേണ്ടി ഞാൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. If you do so, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണ്, in all your neighborhood you will have the most wisdom in your life. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ അയൽവക്കത്തിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള, പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ ഓരോരുത്തരും മാറാൻ പോവുകയാണ്. The next verse is, in the synagogue there was a man possessed by a demon, an impure spirit. He cried out at the top of his voice, "Go away! What do you want with this Jesus of Nazareth? Have we come to destroy us? I know who you are, the Holy One of God." അവിടെ പഠിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, നസ്രാനായ യേശുവേ, വിടുക, നിനക്ക് ഞങ്ങളോട് എന്ത് കാര്യം? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. In that congregation there was a man who had evil spirits inside of him. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ അകത്ത് അശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. So many people in the world are influenced and possessed by so many demon spirits. ഈ ലോകത്തിൽ ഒത്തിരി ആളുകളെ നമുക്ക് കാണാം. അവരിൽ പലരും പൈശാചികമായ പ്രവർത്തനങ്ങളാൽ ബാധിക്കപ്പെട്ടവരും അതിനാൽ ഉപദ്രവം സഹിക്കുന്നവരുമാണ്. And being under the control of these demon spirits, they do a lot of sinful activities. ഈ അശുദ്ധാത്മാക്കളുടെ നിയന്ത്രണത്തിൽ അവരായിരിക്കുന്നത് കൊണ്ട് നിരവധി പാപ പ്രവർത്തികൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. Some people cannot control their anger because they have the spirit of anger in them. ചില ആളുകൾക്ക് അവരുടെ കോപം, കലി അടക്കുവാൻ കഴിയില്ല, കാരണം അവരുടെ ഉള്ളിൽ കോപത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. Some people go to adultery because a sinful spirit is in them. ചില ആളുകൾ വ്യഭിചാരത്തിലേക്ക് പോവുകയാണ്, കാരണം അതിനൊത്ത ഒരു വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ചില അശുദ്ധാത്മാക്കൾ അവരെ ബാധിച്ചിരിക്കുകയാണ്. Some demon spirits lead people to drunkenness, alcoholism. ചില ആളുകളെ മദ്യപാനത്തിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, മയക്കുമരുന്നിലേക്ക് അതിനൊത്ത അശുദ്ധാത്മാക്കൾ അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. Some evil spirits lead people into pornography and dirty stuff.
ഒത്തിരി ആളുകൾ അശ്ലീല ചിത്രങ്ങളിലേക്കും അശ്ലീല സാഹിത്യങ്ങളിലേക്കും ആ പൈശാചികമായ പ്രവർത്തനങ്ങൾ നിമിത്തം അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. So many people, whether they know it or not, are under the possession of evil spirits. ഒത്തിരി ആളുകൾ അവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർ പൈശാചികമായ ശക്തികളുടെ അതിൻ്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. There was such a man in the crowd. അങ്ങനെ ഒരു വ്യക്തി ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. So every Saturday they had the Sabbath day and they had a get together in the synagogue. എല്ലാ ശനിയാഴ്ചയും അവർക്ക് ശബത്ത് ദിവസമാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. And that day in the synagogue there was a special guest. അന്നത്തെ ദിവസം ആ സിനഗോഗിൽ അവിടെ ഒരു പ്രത്യേക ക്ഷണിതാവ് അവിടെ ഉണ്ടായിരുന്നു. A special speaker. അവിടെ ഒരു പ്രത്യേക പ്രസംഗികൻ ഉണ്ടായിരുന്നു. And that was Jesus. അത് യേശു കർത്താവായിരുന്നു. Do you know what happened? എന്താ അവിടെ സംഭവിച്ചു എന്നറിയാമോ? Jesus first taught his people. യേശു കർത്താവ് ആദ്യം തന്റെ ജനത്തോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. He started to speak the word. യേശു കർത്താവ് ദൈവ വചനം സംസാരിക്കുവാൻ തുടങ്ങി. Explain the word to them. അവരോട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. In simple parables he explained the word of God to them. വളരെ ലഘുവായ ലളിതമായ ഉപമകളിലൂടെ ദൈവത്തിന്റെ വചനം ഓരോന്നും തന്റെ ജനത്തെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. When Jesus spoke, everyone could understand him. യേശു കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമായിരുന്നു. After teaching, do you know what happened? This demon possessed man started screaming out. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശേഷം എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഈ അശുദ്ധാത്മാവ് ബാധിതനായ ആ വ്യക്തി ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. And these are the words spoken by the demon spirits. ഈ വാക്കുകളാണ് അവിടെ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവ് സംസാരിച്ചത്. They said, "Go away. What do you want with this Jesus of Nazareth? Have you come to destroy us?" നസ്രായനായ യേശുവേ, വിടുക. നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് കാര്യം? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? See, Jesus has the power to destroy demon spirits. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന് അശുദ്ധാത്മാക്കളെ നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. Listen to this. നിങ്ങളിത് ശ്രദ്ധിച്ചാലും Jesus has the power to destroy all demon spirits. യേശു കർത്താവിന് എല്ലാ അശുദ്ധാത്മാക്കളെയും നശിപ്പിക്കുവാനുള്ള തകർക്കുവാനുള്ള ശക്തിയുണ്ട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര ജനുവരി 2 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. നമുക്കിനി ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഈ പ്രേ ടൈമിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകമെമ്പാടും പരസ്പരം കാണുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിലൂടെ there is a prayer network right now. അതുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക, അനേകർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചേർന്ന് ഇപ്പോൾ നിൽക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ചില ഗ്രോത്തുകൾ, അവിടെ ഇവിടെയൊക്കെ ചില വളർച്ചകൾ, അത് മലീഗ്നൻ്റ് ആകാം, അല്ലാതിരിക്കാം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നട്ടലിൻ്റെ ആ ഭാഗത്തായി ഒരു വളർച്ച വന്ന് അത് നട്ടലിനെ, സ്പൈനൽ കോഡിനെയൊക്കെ ജാമാക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ആർത്രൈറ്റിസ് ബാധിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ ആ സന്ധിവാദം സൗഖ്യമാകട്ടെ. സൊറായസിസ് സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഓവറിയുടെ അകത്തുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇൻ ജീസസ് നെയിം. ഫങ്ഷൻ ചെയ്യാത്ത ഓവറികൾ യേശുവിൻ്റെ നാമത്തിൽ ഫങ്ഷൻ ചെയ്യട്ടെ. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നികൾക്ക് തകരാറുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോകട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോകട്ടെ, അപ്രത്യക്ഷമാകട്ടെ. പ്രവർത്തിക്കാത്ത വൃക്കകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, രക്തക്കുഴലുകൾക്ക് ബ്ലോക്കുള്ളത് ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
വാൽവുകൾ സൗഖ്യമാകട്ടെ. ഹൃദയമിടിപ്പ് വല്ലാതെ കുറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലായി മാറട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഹൃദയമിടിപ്പ് കൂടിയ വ്യക്തികൾ, അതും നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കണം. ഈ സമയത്ത് രോഗമായിരിക്കാം, രോഗമല്ലായിരിക്കാം, ഏത് പ്രശ്നമാണെങ്കിലും ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഏത് വിഷയത്തിനായി ഇപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിക്കായ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മുഴുവൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ മഹത്വവും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ വ്യാഴാഴ്ച രാത്രിയിൽ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലെല്ലാം വളരെ സ്പെഷ്യലായ ന്യൂ ഇയർ സർവീസ് നടക്കുകയാണ്. തീർച്ചയായും അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വരുന്നവർക്ക് ഈ ഒരു വർഷത്തേക്ക് ആവശ്യമായ വാഗ്ദത്ത വചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ബൈബിളുകളിൽ സൂക്ഷിക്കാം, പേഴ്സിൽ സൂക്ഷിക്കാം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയും. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇംഗ്ലീഷിൽ മൈ പ്രേയർ ഡയറി, അതിൻ്റെ കുറേ കോപ്പികൾ വാങ്ങി നിങ്ങൾക്ക് ഗിഫ്റ്റായി മറ്റുള്ളവർക്ക് കൊടുക്കാം. ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായി മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കൊടുക്കാം. മാത്രമല്ല, ഈ ആഴ്ചയിൽ ഒറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാത്രമേ ഉള്ളത്. ഈ ശനിയാഴ്ച കൊട്ടാരക്കരയിലാണ്. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.